ആ ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് വിട്ട് നിങ്ങൾക്ക് പുറത്ത് ലോകത്ത് എവിടെയും പോകാൻ പറ്റില്ല. ഈ ലോകം അങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മളൊരു പശുവിനെ കെട്ടിയിട്ട് ആ തെങ്ങിൻ്റെ അവസ്ഥയായിരിക്കും. ആ തെങ്ങായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വീട്. അതിൻ്റെ ചുറ്റും കടന്ന് കറങ്ങാനല്ലാതെ നമുക്ക് ലോകം വിട്ട് പോയി എവിടെയും സെറ്റിൽ ആവാനോ ജീവിക്കാനോ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഒരു കൈൻഡ് ഓഫ് ജയിലായിരിക്കുക. നമ്മൾ ആ ലൊക്കാലിറ്റിയിൽ എന്താ പറയുക, കെട്ടിട്ട അവസ്ഥയിൽ ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ വീടെന്ന് പറയണത് ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, അതൊക്കെ പെരിഷബിളാണ്. അതായത് ഒരു കാലത്തിന് ശേഷം ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നൊരു സാധനമാണ്. അപ്പോൾ അതിനു വേണ്ടി കോടികൾ ചിലവാക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ലോജിക്കൊന്നുമില്ല. മാത്രമല്ല, നമുക്കൊരു ഈ നാട് നന്നല്ല വേറൊരു സിറ്റിയിലേക്ക് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ആ വീടുണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടിക്കോണം മരണം വരെ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. പല രീതിയിൽ നോക്കുകയാണെങ്കിലും ശരി, വീട് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിനോട് എനിക്കിത് പേഴ്സണലി താല്പര്യമില്ല. ഒരു റിയൽ എസ്റ്റേറ്റ് അസറ്റായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതായത് നല്ല വില കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു മുതലാക്കി ഒരു അസറ്റായിട്ട് മാത്രം നിങ്ങൾക്ക് വീട് പോലെയുള്ള പ്രോപ്പർട്ടീസിനെ കാണാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യമാണ്.